16-ാം കേരള നിയമസഭയിലേക്ക് കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതൊരു വലിയ ഭാഗ്യമായിട്ടാണ്, ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള ജനപ്രതിനിധികൾ കൊടുവള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഇ അഹമ്മദ് സാഹിബ്, വി എം അബൂബക്കർ സാഹിബ്, സി മോയിൻകുട്ടി സാഹിബ്, പി വി മുഹമ്മദ് സാഹിബ് തുടങ്ങിയ മൺമറഞ്ഞുപോയ വലിയ നേതാക്കന്മാർ പ്രതിനിധീകരിച്ചൊരു നിയോജകമണ്ഡലമാണ് കൊടുവള്ളി മണ്ഡലം. ഏറ്റവും ഒടുവിൽ ഡോക്ടർ എം കെ മുനീറാണ് കൊടുവള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരമുണ്ടായത്. ഞാൻ ആദ്യമായിട്ടാണ് നിയമസഭാ അംഗമാകുന്നത്. ഞാൻ കഴിഞ്ഞ തവണ താനൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു. ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു പോയി. എൻ്റെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരോടൊപ്പം, പരിചയസമ്പന്നരായ വലിയ നേതാക്കന്മാരോടൊപ്പം, അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ ഇക്കഴിഞ്ഞ കാലയളവിൽ നമ്മൾ വിമർശിച്ചും അതുപോലെ തന്നെ മറ്റു പല രീതിയിലും രാഷ്ട്രീയമായി വിമർശനങ്ങൾ ഉന്നയിച്ചുമൊക്കെ കണ്ടിരുന്ന പ്രതിപക്ഷത്തുള്ള പല നേതാക്കന്മാരോടുമൊപ്പം നിയമസഭയിൽ അംഗമാവാൻ ലഭിച്ചതൊരു വലിയ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കേരളത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി എന്ന നിലക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന കേരള നിയമസഭയിൽ ഒരു അംഗമാകാൻ സാധിച്ചത് ഒരു വലിയ അവസരവും ഭാഗ്യവുമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന പ്രത്യാശയാണുള്ളത്. അടുത്ത 5 വർഷം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു നിയമസഭാംഗം എന്ന നിലക്ക് ഞാനുള്ളത്.